അതൊന്നും പറയുന്നത് യാതൊരു ഇപ്പോൾ രക്ഷിതാക്കളുടെ വ്യക്തിതാക്കളല്ലേ ഇവരല്ലേ അന്ന് കൊന്നത്. അല്ലാണ്ട് രേവതാ ചന്ദ്രശേഖരന് പോലെ ആരുമല്ലോ കൊന്നത്. ഈ UDF-ൻ്റെ ഭരണത്തിലല്ലേ ഞങ്ങളുടെ 5 സഖാക്കൾ കൊന്നത്. അങ്ങ് മറന്നു പോകണ്ട കേട്ടോ. ചോദിക്കുമ്പോൾ അത് നല്ലപോലെ ധാരണ വേണം. UDF-ആണ്, UDF-ൻ്റെ ഗവൺമെൻറ്റാണ്. ഉമ്മൻചാണ്ടിൻ്റെ അന്നത്തെ അല്ല എല്ലാ സന്ദർഭത്തിലും അന്നത് കരുണാകരൻ്റെ ഗവൺമെൻറ് അല്ല മറ്റേ UDF-ൻ്റെ ഭാഗമായിട്ടുള്ള ഒരുപാട് സംവിധാനം വന്നല്ലോ ഈ കാലത്ത്. ആ കാലത്ത് വന്ന ഓരോരുത്തരുമാണ് CPM-നും ഇടതുപക്ഷത്തിനും അതുപോലെ തന്നെ DYF-ഒക്കെ എതിരായിട്ട് മൃഗീയമായ കൊലപാതകവും വെടിവെപ്പും ഒക്കെ നടത്തിയിട്ടുള്ളത്. ഇതും അത് തന്നെയാണ് സംഭവം. അപ്പോൾ അങ്ങനെയുള്ള സംഭവം ഉണ്ടാകുമ്പോൾ അതിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കയറി നിന്നിട്ട് വേറെ എന്തെങ്കിലും വിശദീകരിക്കുകയാണ്. അതിലൊന്നും ഒരു കാര്യമില്ല. വസ്തുതാപരമായിട്ട് കാര്യം ഞാൻ പറഞ്ഞു ഞങ്ങൾ എന്തെങ്കിലും ക്ലീൻ ചിറ്റ് കൊടുക്കേണ്ട കാര്യമില്ല. അവിടെ ഉണ്ടായ സംഭവം ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞിട്ടില്ലാണ്. രേവതാ ചന്ദ്രശേഖരൻ യഥാർത്ഥത്തിൽ IPS ഉദ്യോഗസ്ഥനായിട്ട് വരുന്നത് 2 ദിവസം മുമ്പാണ്. അവിടെ അദ്ദേഹത്തിന് തലശ്ശേരിൻ്റെയോ കണ്ണൂരിൻ്റെയോ ഭൂമിശാസ്ത്രമോ രാഷ്ട്രീയമോ ഒന്നും മനസ്സിലായിട്ടുള്ള ഒരാളല്ല. അത് ആന്ധ്രക്കാരനാണ് അദ്ദേഹം. സ്വാഭാവികമായിട്ട് അവിടെ വന്നപ്പോൾ 2 മണിക്കൂർ മുമ്പ് തന്നെ അവിടെ എല്ലാവരും ഉണ്ട്. 2 മണിക്കൂർ മുമ്പേ ഉണ്ട്. അപ്പോഴേ ഇദ്ദേഹമുണ്ട്. യഥാർത്ഥത്തിൽ വെടിവെപ്പും അതുപോലെ ലാത്തി ചാർജും എല്ലാം നടന്നത് അതിന് നേതൃത്വം കൊടുത്തത് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ അവിടെ TT ആൻ്റണിയും അതുപോലെ തന്നെ പോലീസ് ഹക്കീം ബത്തേരിയാണ്. ഇവർ 2 പേരാണ് നടത്തിയിട്ടുള്ളതെന്നറിയാം. കോടതി തന്നെ ഇവരെല്ലാം ഈ രേവതാ ചന്ദ്രശേഖരനൊക്കെ മുമ്പ് തന്നെ കേസ് തന്നെ ഒഴിവാക്കിയതാണ്. കമ്മീഷൻ വെച്ച് പരിശോധിച്ചതാണ്, കമ്മീഷൻ ഒഴിവാക്കിയതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് യാതൊരു തരത്തിലും എന്തെങ്കിലും ഒരു കുറ്റവാളിയാണ് എന്ന് പറയാത്തിടത്തോളം കാലം അദ്ദേഹം കുറ്റവാളിയാകുന്നില്ല. ആരോപിതമായിരുന്നു, കേസിൽ പ്രതിയായിരുന്നു, ഒക്കെ ശരിയാണ്. പക്ഷേ കേസിൻ്റെ ഭാഗമായിട്ട് പരിശോധിച്ചപ്പോഴാണ് അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അന്വേഷണ കമ്മീഷനും ഒഴിവാക്കി, അതുപോലെ തന്നെ കോടതി ഒഴിവാക്കി. അങ്ങനെയുള്ള ഒരാളാണ്. അപ്പോൾ അത് മനസ്സിലാവാണ്ട് ആളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് രക്തസാക്ഷിൻ്റെ പേരും പറഞ്ഞാൽ യാതൊരു കാര്യമില്ല. പീരാജൻ പറഞ്ഞാലും ഞാൻ നല്ല മതിച്ചു തന്നെയാണ്. പീരാജൻ വേറെ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. പീരാജൻ പ്രതികരിച്ച് ഗവൺമെൻറ് തീരുമാനിക്കാൻ അവകാശം ഗവൺമെൻറ് തീരുമാനിക്കട്ടെ എന്നാണ്. ബാക്കി കാര്യങ്ങളൊക്കെ മെറിറ്റ് ഞാൻ ഇപ്പം പറഞ്ഞ പോലെ മെറിറ്റൊക്കെ തീരുമാനിക്കുന്നത് ഗവൺമെൻറ്റാണ് തീരുമാനിക്കേണ്ടത്. അതിൽ ജയരാജൻ പറഞ്ഞിട്ടുള്ളൂ. അതിനപ്പുറം ജയരാജൻ പറഞ്ഞു. അതെ, അപ്പം ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. നിങ്ങളിങ്ങനെ ജയരാജൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കേണ്ടല്ലോ. അതിൽ ഞാൻ ഈ പറഞ്ഞതിനപ്പുറത്ത് ശരി അങ്ങനെ പ്രതികരിച്ചത് ജയരാജാണെന്നല്ലേ അപ്പോൾ കേട്ടാ വിചാരിക്കുന്നത് ജയരാജൻ പ്രതികരിച്ചെന്തോ ഓളാക്കിയിരിക്കുന്നതാണ്. ജയരാജൻ ശരിയായ രീതിയിലാണ് പ്രതികരിച്ചത്. അതാണ് ഞാൻ ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞത്. പക്ഷേ കേരളത്തിൽ ഒരു വിദ്വേഷ പരാമർശം ഇപ്പോൾ BJP നേതാക്കൾ നടത്തിയിട്ടുണ്ട്. കേരള സ്റ്റോറി കേരളത്തിലെ സാഹചര്യം വ്യക്തമാക്കുന്നതാണ് പറയുന്നത്. അതായത് കേരള വിരുദ്ധവും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധവുമാണ് യഥാർത്ഥത്തിൽ അഖിലേന്ത്യാ അടിസ്ഥാനത്തിലുള്ള RSകാർ ഉൾപ്പെടെ എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട്. കേന്ദ്രത്തിൻ്റെ എല്ലാ സമീപനവും തന്നെയാണ്. അത് ഭരണഘടനയ്ക്കെതിരാണ്. അവർ സോഷ്യലിസത്തിനെതിരാണ്, അവർ മതനിരപേക്ഷതയ്ക്കെതിരാണ്. എല്ലാ പുതിയ നിലപാടുകളെയും ജനാധിപത്യ സംവിധാനങ്ങളെയും ശക്തിയായിട്ട് എതിർത്തുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് RSSും BJPയും സംഘപരിവാറും അതിൻ്റെ ഗവൺമെൻറ്റും. അതുകൊണ്ടാണ് അവർ ഈ ഭരണഘടന വേണ്ട, മനുസ്മൃതി അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഭരണഘടന വേണം, ചാതുർവർണ്ണ വ്യവസ്ഥയായിരിക്കണം അതിൻ്റെ ഭാഗമായിട്ടുള്ള ഉള്ളടക്കം എന്ന് പറയുന്നതാണല്ലോ പച്ച മലയാളം. അതിനു വേണ്ടി പറയുന്നത് ഈ ഭരണഘടന പറ്റില്ല എന്നാണ്. അപ്പോഴാണ് ഇവർ പറയുന്നത് ഭരണഘടനയിലെ പ്രിയാമ്പിളിൽ സോഷ്യലിസം പാടില്ല, ഭരണഘടനയുടെ പ്രിയാമ്പിളിൻ്റെ ഭാഗമായിട്ടുള്ള മതനിരപേക്ഷത പാടില്ല. ഇതെല്ലാം പിന്തിരിപ്പൻ നിലപാടാണ്. മനസ്സിലായില്ലേ? ആ പിന്തിരിപ്പൻ നിലപാടുകൾക്കെതിരായിട്ട് കേരളത്തിലെ ജനങ്ങൾ അതിശക്തിയായിട്ട് പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇനിയും പ്രതികരിക്കും. അതാണ്.